നരകത്തിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം അത് ശരിയാക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു പറയുന്നു, ഇതാ ജിന്ന് വർഗത്തെയും മനുഷ്യവർഗത്തെയും അല്ലാഹു പടച്ചിട്ടില്ല അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമല്ലാതെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നു. അപ്പോൾ അല്ലാഹു യാതൊന്നും പങ്കു ചേർക്കാതിരിക്കുക, അതാണ് സ്വർഗ്ഗപ്രവേശത്തിന് കാരണമാകുന്ന ഏറ്റവും വലിയ കാര്യം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ മാത യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരുവൻ മരണപ്പെടുമ്പോൾ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് മറ്റുള്ള ആരാധ്യന്മാരെ ഉപേക്ഷിച്ച നിലയിൽ അള്ളാഹുവെ മാത്രം ആരാധിച്ചുകൊണ്ടാണ് ഒരുവൻ മരിക്കുന്നത് എങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരുന്ന സഹോദരങ്ങൾ, നമ്മൾ ചിന്തിക്കുക. നമുക്ക് വല്ല പ്രയാസങ്ങളും വല്ല ബുദ്ധിമുട്ടുകളും വരുമ്പോൾ നമ്മുടെ കരങ്ങൾ ഉയരുന്നത് ഏതെങ്കിലും മക്ബറയിലേക്കോ ഏതെങ്കിലും സാലിഹ്യങ്ങളുടെ പേരുകളിലേക്കോ അതുപോലുള്ള കാര്യമാണ് എങ്കിൽ നമ്മൾ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ശിർക്കാകുന്ന പാപം നമുക്ക് പുറത്തു നൽകുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അതിന് താഴെയുള്ള പാപങ്ങളോ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു നൽകുമെന്ന് അല്ലാഹു അറിയിച്ചു തരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശിർക്ക് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, ഒരിക്കലും ചെറിയ കാര്യമല്ല. നരകത്തിൽ നമ്മൾ എന്നെന്നും ശാശ്വതമായി കിടക്കേണ്ട ഒരു വലിയ തെറ്റ് തന്നെയാണത്. നമ്മൾ ചിന്തിക്കണം, നമ്മളിലോ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലുമോ നമ്മുടെ വിശ്വാസം ഈ രൂപത്തിൽ ഏതെങ്കിലും ശിർക്കാകുന്ന അതുപോലുള്ള വിശ്വാസങ്ങൾ നമ്മളിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ പരിശോധിക്കുക. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുന്നുണ്ട്, ഏതൊക്കെ കാര്യങ്ങൾ നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കുന്നുണ്ട്. എന്തേ നമ്മുടെ വിശ്വാസം ഏത് രൂപത്തിലാണ് എന്നുള്ളത് വിശ്വസിക്കാൻ നമുക്ക് മടി. എന്താണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നരകവും സ്വർഗവും തീരുമാനിക്കുന്ന കാര്യമാണ് നമ്മുടെ വിശ്വാസം എന്നുള്ളത്. അത് നമ്മൾ ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ ആവർത്തിച്ച് പഠിച്ചുകൊണ്ട് അത് പരിശോധിച്ചു കൊണ്ടേയിരിക്കണം. ഇതാണ് നമ്മളെ സ്വർഗത്തിൽ എത്തിക്കുന്ന ഒന്നാമത്തെ കാര്യം. പിന്നീട് പ്രിയപ്പെട്ടവരെ, നമ്മളിൽ വന്നു പോകുന്ന തിന്മയാണ്. നമ്മളിൽ വന്നു പോകുന്ന തിന്മകൾ നമ്മൾ പാടെ ഉപേക്ഷിക്കണം. ഇതിനർത്ഥം തിന്മയൊന്നും ഇല്ലാതെ ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതല്ല. മനുഷ്യന്മാരാണ്, തെറ്റുപറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല അർ-റഹ്മാനും റഹീമുമാണ്. അല്ലാഹു പറഞ്ഞില്ലേ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. ഇതാ സ്വന്തത്തോട് തന്നെ ധാരാളം തിന്മകളും തെറ്റുകളും ചെയ്തു പോയ എൻ്റെ അടിമകളോട് റസൂലേ അങ്ങ് പറഞ്ഞു കൊടുക്കണം, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അള്ളാഹുവിന്റെ കാരുണ്യത്തെ പറ്റി നിങ്ങൾ നിരാശപ്പെടാൻ പാടില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ് എന്ന് അള്ളാഹു നമുക്ക് അറിയിച്ചു തരുന്നു. പ്രിയപ്പെട്ടവരെ, മടങ്ങുക റബ്ബിലേക്ക്. എന്താണ് നമുക്കുള്ള മടി?